ദശകം 1 ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈച്ഛോപഗീതം അംഗസംഗ സദാ ശ്രീ രഖില വിദസിന കോപിതേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൻ ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹേ ദ്വാതാകാരവാസിൻ, മുരഹരൻ എന്ന അസുരനെ കൊന്ന ഭഗവാനെ, തേ ഐശ്വര്യം, അങ്ങയുടെ ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരൻ മുതലായ ഭഗവാന്മാരെ, ത്വം വീര്യം, വിശ്വതേജോഹരാണാം, ലോകത്തുള്ളവരുടെ മുഴുവൻ തേജസ്സിനെ നിഷ്ക്രിയമാക്കുന്ന യശസ്, അങ്ങയുടെ തേജസ്, നിസ്പൃഹൈച്ഛോപഗീതം, ഒന്നും ആവശ്യപ്പെടാതിരുന്നിട്ടും കൂടി പാടിപ്പോഴ്ത്തുന്ന യശസ്, എല്ലാവർക്കും മേലെയാണ്. അംഗ സംഗ സദാ ശ്രീ, ലക്ഷ്മി ദേവിയോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന നിന്തിരുവടി. രഖില വിദ്, എല്ലാം അറിയുന്ന ആൾ. സംഘവാർത്ത, ആരുമായിട്ടും ഒരു ബന്ധം ഇല്ലാതെ മായയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. തൻ, ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയം അങ്ങ് തന്നെയാണ്. അങ്ങയുടെ ഐശ്വര്യം എല്ലാത്തിനും മീതയാണ്. വീര്യം, യശസ് എന്നിവയിലും മീതയാണ് എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്.